നമുക്ക് പുഷ്പാർച്ചന അർപ്പിക്കാം. നമ്മുടെ പൂർവികരായ അവരുടെ എല്ലാം അനുഗ്രഹത്തോടെ നമുക്ക് ഇന്നത്തെ ഈ കുടുംബയോഗം ആരംഭിക്കാം. കല്ലറയിൽ നിന്നുമുള്ള ദീപശിഖയുമായി തിരികെ എത്തി ഈ വേദിയിലുള്ള ഭദ്രദീപം തെളിയട്ടെ. താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി, രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. രാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനെ, മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. Hallelujah.
ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാ കയ്യിലായി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുമെന്നപ്പായേ ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുമെന്നപ്പായേ കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നപ്പായേ കാണുന്നപ്പായേ പൊന്നിനെ താഴ്ത്തി ഇറങ്ങുന്ന കിരീടം ചാത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ കിളികളോടൊത്തു ചേർന്നു പാടാം.
നമ്മളെല്ലാവരും ക്രിസ്മസ് കാലത്ത് കേട്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സ്നേഹം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണിത്. സന്മനസ്സുള്ളവരുടെ, സമാധാനമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടുവത്ത് കുടുംബാംഗങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരെയും വിളിച്ച് ഇത്രയും അധികം ആളുകൾ ഇവിടെ വരുവാനായിട്ട് സാധിച്ചത് സന്മനസ്സുള്ളവരായതുകൊണ്ടാണ്. സന്മനസ്സോടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കൊടുവത്ത് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്വാഗതം പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ സ്വാഗതം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ യോഗത്തിൻ്റെ സെക്രട്ടറി, കുടുംബ യോഗത്തിൻ്റെ സെക്രട്ടറിയായ ബിജുക്കുട്ടനെയാണ്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഗൂഗിൾ സൂമിലൂടെ 4-5 കൊടുവത്ത് കുടുംബാംഗങ്ങളെ സംഘടിപ്പിച്ച് 2-3 മീറ്റിംഗ് നടത്തി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നെല്ലാം ആലോചിച്ച് വളരെയധികം സമയവും അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെച്ചു. കഴിഞ്ഞ 3 ദിവസമായിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ബാബുച്ചായനും സഹകരിച്ചിട്ടുണ്ട്. എങ്കിലും അതിലേറ്റവും പ്രധാനമായിട്ട് ബിജുക്കുട്ടനാണ് ഇവിടുത്തെ ഈ ഒരു ഹോൾ അറേഞ്ച് ചെയ്ത് നമുക്കെല്ലാവർക്കും ഇരിക്കുവാനായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അദ്ദേഹം റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. കോട്ടയം ഏരിയ കത്തീഡ്രലിൻ്റെ കൊയർ പാടുന്നയാളാണ്. വളരെയധികം ബുദ്ധിമുട്ടും വളരെയധികം സമയമില്ലാത്തയാളാണ് അദ്ദേഹം. എങ്കിലും അദ്ദേഹത്തിൻ്റെ സന്മനസ്, കൊടുവത്ത് കുടുംബയോഗത്തോടുള്ള, കുടുംബാംഗങ്ങളോടുള്ള, ബന്ധുക്കളോടുള്ള ആ സന്മനസ്സിനെ കൊടുവത്ത് കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയും കൊടുവത്ത് കുടുംബാംഗങ്ങളുടെ നാമത്തിൽ അദ്ദേഹത്തെ പ്രധാനമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പ്രസിഡന്റിനെ മറന്നുപോയിട്ടല്ല പറയാതെ ആദ്യമേ സെക്രട്ടറിയുടെ പേര് പറഞ്ഞത്. രണ്ടാമതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ജിജോ മോനച്ചൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ആശ്രമത്തിൽ ഉള്ളയാളാണ് അദ്ദേഹം. മേപ്രായിലെ തങ്കമ്മ അമ്മച്ചിയുടെ മകൾ കുഞ്ഞുമോൾ കൊച്ചമ്മയുടെ മകനാണ്. അദ്ദേഹത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം രാവിലെ അവിടെ നിന്നും വാഹനത്തിൽ വന്ന് ഇപ്പോൾ നമ്മളുടെ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് വന്നു. വളരെ സന്തോഷത്തോടെ, സന്മനസ്സോടെ, ആ സന്മനസ്സിന് സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളത് പറയുമ്പോൾ ഞാനൊരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇന്നലെ നടുപ്പറമ്പിലെ ശോശാമ്മ അമ്മച്ചിയെ കാണാനായിട്ട് മാളികക്കടവിൽ പോയി. 2 ദിവസം മുമ്പ് നമ്മുടെ പ്രസിഡന്റ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു, എടാ മോനെ, നമുക്ക് അമ്മാള് കൊച്ചമ്മയെ കൂട്ടിക്കൊണ്ട് നമുക്ക് നടുപ്പറമ്പിലെ ശോശാമ്മ അമ്മച്ചിയെ കാണാൻ പോകണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഇത്രയും എങ്ങനെയും മുങ്ങുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. എന്താണെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ പ്രസിഡന്റ് റേഞ്ചായ 2 ദിവസം മുമ്പ് അദ്ദേഹം കൊല്ലാട് വന്ന് താമസിച്ച് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാവിലെ എന്നെ വീണ്ടും വിളിച്ചു, ഇതാ ആൻറ്റിയുമായിട്ട്, അമ്മാളുകുട്ടി കൊച്ചമ്മയുമായിട്ട് നമുക്ക് പോകണ്ടേ. പറഞ്ഞാൽ പോകാം. ഒരു 8 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു 10 മണിയാകുമ്പോൾ നീ കൊല്ലാട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അമ്മാള് കൊച്ചമ്മയെ കൊണ്ട് തന്നാൽ പോരെ, റേഞ്ചായ ഞങ്ങൾ പൊക്കോളാം. അത് പറ്റത്തില്ല, നീയും വേണം. എനിക്ക് മുങ്ങാനൊരു രക്ഷയില്ലാതെ ഞാൻ ചെന്ന് ആദ്യം അമ്മാളുകുട്ടി ആൻറ്റിയുടെ വീട്ടിൽ മീനെടുത്തിയത്.
അവിടെയാണ് ഒരു വലിയ സന്മനസ് കണ്ടത്. ആൻറ്റി നന്നായിട്ട് ഒരുങ്ങി വളരെ സന്തോഷത്തോടെ 82 വയസ്സായ കുടുംബത്തിലെ 3ാമത്തെ തലമുറയിലെ ഒരു അംഗമാണ്. വളരെ ഊർജ്ജസ്വലതയോടെ ചാടി കാറയ്ക്കൽ ഇപ്പം നമുക്ക് പോവാം എന്ന് പറഞ്ഞു നേരെ ചെന്നത് കുളപ്പുരയ്ക്കലെ കാർജറ്റിൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല വെള്ള ഷർട്ടുമൊക്കെ ഇട്ട് നല്ല കുതിച്ച് നല്ല മിടുക്കനായിട്ട് നമ്മുടെ പ്രസിഡന്റ് നിൽക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെ അമ്മാള് കൊച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ആ കെട്ടിപ്പിടിയൊക്കെ കാണുമ്പോഴാണ് സന്മനസ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. അവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി ഇറക്കി ഞാൻ മുങ്ങാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്നെയും കൂട്ടി അദ്ദേഹം വീണ്ടും പോവുകയാണ് സണ്ണിപ്പാൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം സന്മനസ്. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തെ ഏറ്റവും, ഞാൻ അല്പം പറയുന്നത് ആധികാരികമല്ല, എൻ്റെ സ്വന്തം അഭിപ്രായമാണ്, കുടുംബത്തിലെ ഏറ്റവും വലിയ സന്മനസ്സുള്ള ഒരു പ്രസിഡന്റ് ഒരു സഹോദരൻ എന്നുള്ള നിലയിലും കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും നാമത്തിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും അടുത്തത് പറയാനുള്ളത് നമ്മുടെ മുഖ്യ പ്രഭാഷകയായിട്ട് ഇവിടെ ഡോക്ടർ മെറിൻ പുന്നൻ അവർ ഉടനെ തന്നെ എത്തും. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമ്മുടെ ട്രഷറർ ബാബുച്ചാൻ, എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഈ കുടുംബയോഗത്തിൻ്റെ ട്രഷറർ ബാബുച്ചാനാണ്. അന്ന് മുതലുള്ള ട്രഷറർ ഇപ്പോഴും ബാബുച്ചാനാണ്. ബാബുച്ചാനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കുടുംബയോഗത്തിൻ്റെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനുമാണല്ലോ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കുടുംബമായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പല തരത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടുന്ന് അയച്ചിരിക്കുന്നത് സ്നേഹവും സാഹോദര്യവും പകരുവാൻ തക്കവണ്ണം ഈ കുടുംബയോഗങ്ങൾ അവിടുന്ന് മാറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ആരംഭം മുതൽ ഏതാണ്ട് 95 വർഷമായി ഇതിനെ യേശു തമ്പുരാന്റെ കൃപ കൊണ്ട് പൊട്ടാത്ത ചങ്ങലയായി തുടരുകയാണ്. ഇന്നത്തെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവിടുത്തെ കൃപയും കരുണയും ഉള്ളപ്പോഴാണല്ലോ വിജയകരമായിട്ട് തീരുന്നത്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ ഞങ്ങളിൽ ഓരോരുത്തരും അവിടുന്ന് ചൊരിയണമേ. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും കരുണയും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ഈ വർഷം നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട 3 പേര് ഈ ലോകത്തോടും നമ്മളോടും വിട പറഞ്ഞു. 2024 ഫെബ്രുവരി മാസം നമ്മുടെ താഴത്തെ വീട്ടിലെ അമ്മാളുകുട്ടി ആൻറ്റിയുടെയും അമ്പാട്ടുപറമ്പിലെ എം തോമസ് അളിയൻ്റെയും മകൻ സുരേഷ് മാണി കേവലം 52-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് ബ്രെയിൻ ഹെമറേജ്, അതിനുശേഷം നമ്മളോട് വിട പറഞ്ഞു. നമുക്കറിയാം, ഏത് വിരഹവും ദുഃഖകരമാണ്. ഈ ചെറുപ്രായത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ പ്രിയപ്പെട്ട സുരേഷിനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ചേച്ചിയും അളിയനും ഈ പിള്ളേരും നമ്മുടെ വഴികളിൽ കൂടി കടന്നു വന്ന് നമ്മളോടൊക്കെ സംസാരിച്ച് കടന്നു പോകുന്നത് ഇന്നലത്തെ പോലെ എൻ്റെ ഓർമ്മകളുണ്ട്. സകുടുംബം അമേരിക്കയിലായിരുന്നത് കൊണ്ട് ഫ്യൂണറലും ബാക്കി കർമ്മങ്ങളെല്ലാം അവിടെയാണ് നടന്നത്. വീണ്ടും 2024 മാർച്ചിൽ നമ്മുടെ പള്ളത്തുപറമ്പിലെ
ആനിക്കുട്ടി ആൻറ്റി. നമുക്കറിയാം, എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളുടെയും വിശേഷം ചോദിച്ചുകൊണ്ട് നമ്മളുടെ സ്വന്തം ആനിക്കുട്ടി ആൻറ്റി 2024 മാർച്ചിൽ നമ്മളോട് വിട പറഞ്ഞു. മൂന്നാമത് കരോട്ടെ ബേബി അപ്പച്ചൻ KV എബ്രഹാം അപ്പച്ചൻ്റെ സഹധർമ്മിണി സാറാമ്മ തോമസ് കുഞ്ഞുഞ്ഞമ്മ അമ്മച്ചി 90-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കുഞ്ഞുഞ്ഞമ്മച്ചിയും ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരോർമ്മയാണ്. എപ്പോൾ കണ്ടാലും ഓരോരുത്തരോടും നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എല്ലാവരെയും ഒന്നിപ്പിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി പ്രവർത്തിച്ച കുഞ്ഞുഞ്ഞമ്മയമ്മച്ചിയും ഇന്ന് ഒരോർമ്മയാണ്. ആനിക്കുട്ടി ആൻറ്റി 90 വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മൾ ഇന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രത്യാശയുടെ ആ തീരത്ത് വീണ്ടും കണ്ടെത്താമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് അവരവരുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പുതിയ മുൻ തലമുറയിലെ സണ്ണിപ്പാപ്പൻ, അമ്മാൾ കൊച്ചമ്മ, ആലീസ് കൊച്ചമ്മ, കൊടുവത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള കൊടുവത്ത് കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകമായി ഇവിടെ എത്തിയിട്ടുള്ള കഴിഞ്ഞത്തെ ബാബുച്ചായൻ ആലി കൊച്ചമ്മ, ബഹുമാന്യനായ അച്ഛൻ നമ്മുടെ ബിജുക്കുട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും, സത്യത്തിൽ നമ്മളൊരു വലിയ ധന്യമായ നിമിഷങ്ങളിൽ കൂടിയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളതിൽ എനിക്ക് സംശയം. വളരെ അപൂർവമായി മാത്രമേ നമ്മൾക്ക് ഈ സന്തോഷത്തിൻ്റെ അസുലഭമായ ഈ അവസരങ്ങൾ ലഭിക്കാറുള്ളൂ എന്നുള്ളതും സത്യമാണ്. നമ്മളത് ഓർത്ത് നോക്കൂ, നമുക്ക് എത്ര നാൾ കൂടിയാണ് ഈ സഹോദരി സഹോദരന്മാരെ, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ ഒക്കെ ഒരുമിച്ച് കാണാനും അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഉമ്മ വാങ്ങാനും ഇത്ര സ്നേഹവാത്സല്യത്തോടുകൂടി നമ്മളെ എടാ മോനെ എന്നൊക്കെ വിളിക്കുന്ന ഇവരുടെയൊക്കെ കൂടെ ഇരിക്കാനുള്ളത് ഒരു അസുലഭ സന്ദർഭമല്ലേ? തീർച്ചയായിട്ടും അതിന് ഈ അവസരം ലഭിച്ച ഈ കുടുംബയോഗം എത്ര മനോഹരമെന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാം, കുടുംബയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അതിഥിയുമില്ല, ആതിഥേയരും, ആരും ഒരു ഹോസ്റ്റുമില്ല, ആരും ഹോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും കൂടി നമ്മളുടെ മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി കൂടുന്ന ഒരു യോഗമല്ലേ കുടുംബയോഗം. നമ്മൾ കണ്ടു, നമ്മളുടെ പൂർവ്വ പിതാക്കന്മാർ അന്ന് നവഗ്രഹങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മളന്ന് നവഗ്രഹ പൂജ നടത്തി. മുതിർന്ന തലമുറയെ വന്ദിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ ഞങ്ങൾ കൊടുവത്ത് കുടുംബം. അന്ന് ആ നവഗ്രഹങ്ങളും അവരുടെ അമ്മച്ചിമാർക്കുമൊക്കെ ഞങ്ങൾക്ക് സന്തോഷപൂർവ്വം വരെ ബഹുമാനിച്ചുകൊണ്ട് പൊന്നാട അണിയിക്കുന്നതിനൊക്കെ ഒരവസരം ലഭിച്ചത് നിങ്ങളൊന്ന് ഓർമ്മ. ഈ അന്നത്തെ പ്രാചീന ജീവിക്ക് അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ പൊന്നാട അണിയിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി നമ്മുടെ പൊന്നാട അണിയിച്ച സംഭവമൊക്കെ ക്ഷേമമായില്ലേ അമ്മച്ചി? അമ്മച്ചിയുടെ ഉത്തരം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുക. മോനേടാ, ആ പൊന്നാടയേക്കാൾ കൂടുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിച്ചതൊന്നാണ് ആ പൊന്നാട ഇട്ട് കഴിഞ്ഞതിനുള്ള ആ ഗാഢമായ ആലിംഗനം. നമ്മൾ കണ്ടില്ലേ, ഓരോ അപ്പച്ചനും ഓരോ അമ്മച്ചിക്കും ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും പൊന്നാടയിട്ടതിന് ശേഷം അത്ര സ്നേഹനിർഭരമായുള്ള ആലിംഗനം. അത് വാസ്തവത്തിൽ വീഡിയോയിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണു പറഞ്ഞു. ഞാൻ വികാരാധീനനായി പോവുക. നമ്മുടെ അച്ഛനപ്പച്ചനെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ഒക്കെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ സത്യത്തിൽ അവരെല്ലാം നമ്മളോടൊപ്പം ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ഇവിടെ ഉണ്ടെന്നാണ്. നമ്മുടെ കുഞ്ഞുപ്പാപ്പൻ്റെ ഗാനമില്ലാത്ത ഒരു കുടുംബയോഗം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ ഗാനവും ഇവിടെ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൊടുവത്ത് കുടുംബക്കല്ലറയിൽ നിന്നും ഒരു ദീപശിഖ പ്രയാണം നടത്തുന്ന ഒരു ചടങ്ങ് ആ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് നടന്നത്. അന്ന്
ദീപശിഖ കൊണ്ടുവന്ന് നമ്മുടെ ഹോളിലേക്ക് കത്തിച്ച സമയത്ത് സണ്ണിപ്പാപ്പൻ വികാരാധീനനായി വിറയ്ക്കുകയാണ്. സണ്ണിപ്പാപ്പൻ പറഞ്ഞു, ആ പൂർവ്വ പിതാക്കന്മാരെല്ലാം ആ ദീപശിഖയോടൊപ്പം ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ വീഡിയോ പ്രദർശനത്തിലൂടെ അവരെല്ലാം നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞു. തന്നെയുമല്ല, കല്ലറയിൽ നിന്ന് ഈ ദീപശിഖ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മരിച്ചുപോയ പൂർവ്വ പിതാക്കന്മാരെല്ലാം നമ്മളോടൊപ്പം ഇവിടെ എന്ന് വേണമെങ്കിൽ ഇനി നമ്മുടെ സഹോദരന്മാരും ചിലർ ഒരു പരിതാപം പറയുന്നുണ്ട്, നമ്മുടെ കുടുംബവും മെലിഞ്ഞു പോയില്ലേ. ഒത്തിരി കുടുംബാംഗങ്ങൾ വിദേശത്തൊക്കെ ആയ അവസരത്തിൽ എന്നോട് പ്രത്യേകിച്ചും നമ്മുടെ ബിജുക്കളായ നമ്മുടെ കുടുംബം മെലിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ആ പരിതാപത്തിനൊരു പരിഹാരം ഉണ്ടാകും. നീ ഒന്ന് സഹായിച്ചാൽ അതിന് പരിതാപത്തിന് പരിഹാരമുണ്ടാവും. ആ ആശയമാണ് കുടുംബാംഗങ്ങളെ എല്ലാം ഓരോ മുത്തുമണി പോലെ കോർത്തിണക്കിക്കൊണ്ട്, ഒരു മാലയിൽ കുത്തുമണി പോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്ക് രൂപീകരിക്കാൻ. ബിഗ് സല്യൂട്ട് ടു യു മൈ ഡിയർ. കോട്ടയത്തെ അംഗങ്ങളുടെ മുഴുവൻ വാട്സാപ്പ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ബാക്കി കാര്യം ഞാൻ ചോദിച്ചു. അത് ഇന്ന് ഈ കുടുംബയോഗം നടക്കുന്നതിനും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഉൾക്കൊണ്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു വെളിപ്പാടകലെ വിരൽത്തുമ്പിൽ ഉണ്ട്. നമുക്ക് പരസ്പരം ആശയം പങ്കിടാം, നമുക്ക് സന്തോഷിക്കാം. ഇതൊക്കെ ആകാവുന്ന ഒരവസരം നമുക്കുണ്ട്. ഒരു 95 വർഷങ്ങൾക്ക് മുമ്പ് മേപ്രാപ്പറമ്പിലെ അപ്പച്ചൻ, ചാക്കോ അപ്പച്ചൻ്റെ വീട്ടിൽ ഒരു ക്രിസ്തുമസ് ദിനത്തിൽ വരാലുമൊക്കെ കഴിച്ച് ഭക്ഷിച്ച് സന്തോഷിച്ചിരുന്ന അവസരത്തിൽ KT കോരയപ്പച്ചൻ പറഞ്ഞു, നമ്മൾ ഈ സഹോദരന്മാർക്കൊക്കെ ഒരു തീരുമാനമുണ്ട്. എല്ലാ ക്രിസ്മസ് ദിവസവും സഹോദരന്മാർക്കൊക്കെ ഒത്തുകൂടാം, അങ്ങനെ ഒരു യോഗം കൂടാകും. ഒന്ന് ഒത്തു നോക്കുകയും ആ 95 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആശയം കുടുംബാംഗങ്ങൾ അന്നുണ്ടായിരുന്ന അപ്പച്ചന്മാരും അത് കഴിഞ്ഞുള്ള തലമുറയിൽപ്പെട്ട സണിപ്പാപ്പനും ഉൾപ്പെടെ ഒത്തിരി ആ നവഗ്രഹങ്ങളെക്കാൾ കൂടുതലുണ്ട്. അവരെല്ലാവരും തുടർന്ന് അവരുടെ മക്കളായ നമ്മളുമൊക്കെ വിളക്കായി അതിനെ ഇവിടം വരെ എത്തിച്ചു. ഈ ദീപശിഖയിൽ അത് തെളിഞ്ഞു. ഇനിയും വരും തലമുറയ്ക്ക് ഞങ്ങൾക്കത് കൈമാറും. എനിക്ക് പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്. വരും തലമുറയിൽപ്പെട്ട നമ്മുടെ ഈശോനൊക്കെ ഇവിടെയുണ്ട്, വളരെ സ്മാർട്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ കിടാവിളക്ക് മുന്നോട്ട് കൊണ്ടുപോയി 100, 150 അങ്ങനെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിൽ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ബിജുക്കുട്ടൻ ഇല്ലായിരുന്നെങ്കിൽ, ബിജുക്കുട്ടൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര മനോഹരമായി തീർച്ചയായിട്ടും നമുക്ക് ഈ കുടുംബയോഗം നടത്തുവാൻ സാധിക്കും. അവന് നിധിയാണെന്ന് ഞാൻ പറയും. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ഗൂഗിൾ മീറ്റ് വിളിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആൾക്കാരെ സംഘടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഇത്തരം മനോഹരമായി ചെയ്തിരുന്ന എൻ്റെ ബിജുക്കുട്ടന് ഞാൻ എന്ത് പുരസ്കാരം നൽകും, എന്ത് ഉപഹാരം നൽകും എന്ന് ഞാൻ ആലോചിക്കും. ഒന്നേ നൽകാനുള്ളൂ, നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി സസന്തോഷം അദ്ദേഹത്തിന് ആ ഉപഹാരം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. കുടുംബത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ ഈ ആലിംഗനമാണ് അതിനുള്ള
അതുകൂടാതെ ഒരു സമ്മാനം കൂടെ നൽകുകയാണ്. ഞാൻ എഴുതിയ ദൈവശാസ്ത്രം എന്ന് പറയുന്ന നോവൽ, അതിലെ ഒരു മുഖ്യ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പിതാവും എൻ്റെ ഗുരുഭൂതനുമായ രായപ്പെരുപ്പാൽ എന്ന ചെറിയാങ്കുരിയൻ സാർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം നവവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാം മാതാപിതാക്കൾ 20 വർഷങ്ങൾക്ക് മുമ്പ് 75ാം വാർഷികത്തിൽ നടന്ന കുടുംബയോഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത്. അതിനുശേഷം അന്ന് കുടുംബയോഗം കഴിഞ്ഞപ്പോൾ ഞാനും റേഞ്ചാനും ഒരു തീരുമാനമെടുത്തിരുന്നു, അടുത്ത 100ാം വാർഷികത്തിൽ ഇതുപോലെ തന്നെ എല്ലാവരെയും സംബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങളന്ന് പിരിഞ്ഞത്. പക്ഷേ 100 ആയില്ല, ഇപ്പോൾ 95ാമത്തേതാണ്. അപ്പോൾ റേഞ്ചാൻ സൂചിപ്പിച്ചതുപോലെ ചില കുടുംബാംഗങ്ങൾ ഞങ്ങൾ തമ്മിൽ ചർച്ചയിൽ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ആളുകൾ കുറയുന്നു, അതിൻ്റെ മഹിമ കുറഞ്ഞു പോകുന്നു, നമ്മളൊന്ന് കൂടണം, എല്ലാവരോടും ഇതൊന്ന് ഊർജ്ജസ്വലമാക്കണം എന്ന ഒരു റിക്വസ്റ്റ് നമ്മുടെ കുടുംബ സ്നേഹികളിൽ നിന്നുണ്ടായി. അങ്ങനെയാണ് ഞാനും റേഞ്ചാനും വീണ്ടും ഈ 95ാമത് വാർഷിക യോഗം ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചത്. അതിനകത്ത് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് സംസാരിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനായിട്ടുമുള്ള ഏറ്റവും നല്ല വേദിയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ്. അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. ഏകദേശം 170 മെമ്പേഴ്സോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും നമുക്ക് നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 192 ആയി. നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 250-300 പേര് കുടുംബത്തിലെ ആകെ ഏകദേശം 500 പേരാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു 50% ആയിട്ടുള്ളൂ. അപ്പം എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കുടുംബം, നമുക്ക് കുടുംബത്തിൻ്റെ മഹിമ അറിയണമെങ്കിൽ നമ്മൾ കോട്ടയത്തോ വേറെ ഏതൊരു ഭാഗത്ത് എവിടെയാണ് കുടുംബ വീടെന്ന് ചോദിക്കുന്നു, കുടുംബത്തെയാണെന്ന് പറയുമ്പോൾ അന്നേരമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ മനസ്സിലാകുന്നത്. നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ മനസ്സിലാകത്തില്ല. ഇത്രയും വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം. അതുകൊണ്ട് ഞങ്ങൾ 95ാമത്തെ വാർഷികം റേഞ്ചാൻ്റെ ഞാൻ കൂടുതലും ഇംപ്ലിമെൻറ്റേഷനാണ്. മുമ്പേ പറഞ്ഞൊരു കാര്യം, റേഞ്ചാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ റേഞ്ചാൻ്റെ തലയിൽ ഒരു സാധനം വരും, എടാ വിളിക്കൂട്ടാ നീ ഇത് ചെയ്യണം, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും, എന്നിട്ട് കോടതിയിൽ പോകും, പിന്നെ വിളിച്ചാൽ കിട്ടുകയില്ല. പിന്നെ ഞാനാണ് ഇതെല്ലാം നടത്തുക, പിന്നെ വൈകിട്ടാണ് പിന്നെ റേഞ്ചാനെ കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുമാതിരി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ ഈ രീതിയിൽ എത്താൻ പറ്റി. ഇനിയും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഞാനും റേഞ്ചായാലും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആളുകൾ വന്നാലും ഇതേ രീതിയിൽ നടത്തുവാനായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ല. അടുത്ത വർഷവും എല്ലാ വർഷവും ഇനിയും കാര്യമായിട്ട് നടത്തുവാൻ ആളുകൾ മുമ്പോട്ട് വരണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ റേഞ്ചറിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. റേഞ്ചാന് ഒരു വലിയ അവാർഡ് കിട്ടിയ കാര്യം നിങ്ങളാരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഭാരത് സേവക് സമാജ് എന്നുള്ളൊരു അവാർഡ് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അവാർഡാണ്. അത് നമ്മുടെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ പോലെ കൊടുക്കുന്ന ഒരു ഓണറാണ്. അത് ഒരു നിസ്സാര കാര്യമല്ല. അത് തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുടെ സാമൂഹിക സേവനവും പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ഇങ്ങനെയൊക്കെ തെരഞ്ഞു പിടിച്ച് കിട്ടുന്ന ഒരു 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 അവാർഡാണ്. അത് കിട്ടിയവർക്ക് റേഞ്ചാൻ ഇനിയും എവിടെ വേണമെങ്കിലും ഫ്ലൈറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യാം. ട്രെയിനിന് ടിക്കറ്റ് ഫ്രീ ആണ്. അങ്ങനെ ഒത്തിരി പ്രിവിലേജുകൾ ഉണ്ട് റേഞ്ചാൻ. ഏത് ഗവൺമെന്റ് പരിപാടി ചെന്നാലും റേഞ്ചാൻ ഒരു സ്ഥാനം അവിടെയുണ്ട്. നമുക്കെല്ലാം ഈ ഒരു വലിയ റേഞ്ചാൻ ഇതൊന്നും പറയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞപ്പോൾ റേഞ്ചാൻ പറഞ്ഞു ഇതൊന്നും പറയണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നിങ്ങളെ എല്ലാവരുടെയും നാമത്തിൽ ഈ റേഞ്ചാൻ എന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഈ വലിയ മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും നല്ല ഒരു കൈയോടുകൂടി റേഞ്ചാനെ
എല്ലാ അടിമാലിയിലുള്ളവരും എല്ലാവരും ഇദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു. കുടുംബം ആദരിച്ചില്ല. പക്ഷേ ഈ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ റെയിൻജാനെ ആദരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് റെയിൻജാനെ ആദരിക്കാനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ മെറിൻ പുന്നൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മെറിൻ പുന്നനെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മെറിൻ പുന്നനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും. ഞാൻ എൻ്റെ റിപ്പോർട്ട് വായന എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 2023 കുടുംബ വാർഷികയോഗം കളപ്പുരയ്ക്കൽ പ്രസിഡന്റ് ശ്രീ കെണ്ണിൻ്റെ അധ്യക്ഷതയിൽ കെണ്ണിൻ്റെ വസതിയിൽ 2023 ഡിസംബർ 25 4 മണിക്ക് നടത്തുകയുണ്ടായി. കലാകായിക മത്സരങ്ങളോടെ വാർഷികയോഗം ആരംഭിച്ചു. മൺമറഞ്ഞുപോയ കുടുംബാംഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കരോട്ട് ശ്രീ ഡൂയിദാസ് സ്മരണാഞ്ജലി എന്ന പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ബാജി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തദവസരത്തിൽ പ്രസംഗത്തിൽ കുടുംബയോഗത്തിൽ ആളുകൾ കുറയുന്നതിനെ പറ്റിയും കൂടുതൽ ആളുകൾ കുടുംബയോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചു. കോട്ടയം ഡോക്ടർ ജോൺ കുര്യനെ പൊന്നാട നൽകി ആദരിക്കുകയും കുടുംബങ്ങൾക്ക് മധുരം നൽകി കേക്ക് മുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു. കരോട്ട് അഡ്വക്കേറ്റ് സജി കുടുംബത്ത് ക്രിസ്മസ് സൂചന നൽകി മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബത്തിന് വിവാഹം കഴിച്ചു പോയ സഹോദരി കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ബിജു ചെമ്പോല ആശംസാ പ്രസംഗം നടത്തുകയുണ്ടായി. കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഡോക്ടർ കെ ജോൺ കുര്യൻ സമ്മാനദാനം നടത്തുകയും 2024 വർഷത്തിലേക്കുള്ള കുടുംബ കമ്മിറ്റി ഭാരവാഹികളെ അഡ്വക്കേറ്റ് സജി കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോട്ടയം ശ്രീ ബിജു കുടുംബത്ത് നന്ദി പ്രകാശിപ്പിക്കുകയും തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി സമ്മേളനം അവസാനിച്ചു. സൺബാബിന് നൽകുന്ന ബഹുമതി മഹാചാര്യ പുരസ്കാരം വ്യക്തിമുദ്രയ്ക്കൊരു കീർത്തിമുദ്ര ഡോക്ടർ കെ ജോൺ കുര്യൻ, സൺ ഓഫ് KG കുര്യൻ, കൊടുവൺ ബ്രാഞ്ച് കൊടുവൺ. ഏറ്റവും അഭിമാനത്തോടെ കുടുംബത്തിന് വേണ്ടി ഈ പരമോന്നത ബഹുമതി നമ്മുടെ പ്രിയപ്പെട്ട സന്നിച്ചായന് ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ ശോശാമ്മ കൊച്ചമ്മയുടെ ഏകപുത്രൻ ഈ നിൽക്കുന്ന ബിജു കെ തോമസ് നമുക്കെല്ലാവർക്കും MD ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഈ മകൻ്റെ സംരക്ഷണയിലും സന്തോഷത്തിലും ഇപ്പോൾ നമ്മുടെ ശോശാമ്മ കൊച്ചമ്മ വിശ്രമിക്കുന്നു. ശോശാമ്മ കൊച്ചമ്മയ്ക്ക് കുടുംബത്തിൻ്റെ ആദരവായ പ്രഭാമയി പുരസ്കാരം, ചൈതന്യത്തിനൊരു അഭിമാന മുദ്രയായി പ്രഭാവി പുരസ്കാരം കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് സന്തോഷപൂർവ്വം. നമുക്ക് ഏറ്റവും പ്രിയകരിയാണ്. സോഫിയ പകച്ചമ്മ കൊടുവത്ത് കോട്ടയം ശാഖയിലെ KT കുര്യൻ അപ്പച്ചൻ്റെ 7ാമത്തെ മകളായി ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസം CMS കോളേജിൽ നിന്നും നേടിയതിനു ശേഷം സിംഗപ്പൂരിൽ ഉന്നത ഉദ്യോഗം നേടി. അവിടെ ഏറ്റവും ബഹുമാന്യനും പ്രശസ്തനുമായ TV ജോർജിനെ വിവാഹം ചെയ്തു. അവിടെ ഭർത്താവിനോടൊപ്പം ഈ പ്രായത്തിലും ചുറുചുറുക്കോടുകൂടി സസന്തോഷ ജീവിതം നയിച്ചു വരികയാണ്. ആ സോഫിയാമ്മ കൊച്ചമ്മയ്ക്ക് നമ്മളുടെ കുടുംബത്തിൻ്റെ സ്നേഹാദരമായി കൊടുവത്ത് പ്രഭാമയി പുരസ്കാരം സമർപ്പിക്കുകയാണ്. സോഫിയാമ്മ കൊച്ചമ്മയ്ക്ക് ഇത് കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
സിംഗപ്പൂരിൽ ഇന്ന് നമ്മളേവരെയും സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുന്ന സോഫിയാമ്മ കൊച്ചമ്മയ്ക്ക് 1000 മുത്തങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രഭാമയി പുരസ്കാരം സമർപ്പിക്കുന്നു. ചൈതന്യത്തിനൊരു അഭിമാന മുദ്രയായ പ്രഭാമയി പുരസ്കാരം കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ തരത്തിൽ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയട്ടെ. 75ാമത് കുടുംബയോഗത്തിൽ വെച്ച് ശോശാമ്മ കൊച്ചമ്മയ്ക്കുള്ള പൊന്നാട നേരിട്ട് നൽകുവാൻ സാധിക്കാത്ത അവസരമുണ്ടായി. തുടർന്ന് അടുത്ത് തന്നെ ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ കൊച്ചമ്മയുടെ വീട്ടിൽ പോയി കുടുംബത്തിൻ്റെ പൊന്നാട അണിയിച്ചപ്പം കൊച്ചമ്മ വികാരപരിധിയായി ആനന്ദാശ്രം കുളിക്കുകയും ഭർത്താവായ അപ്പച്ചനോട് പറഞ്ഞ്, കണ്ടോ കുടുംബത്തിൻ്റെ മാഹാത്മ്യം എന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സോഫിയാമ്മ കൊച്ചമ്മയ്ക്ക് പ്രഭാമയി പുരസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട സോഫിയാമ്മ കൊച്ചമ്മയ്ക്ക് പ്രഭാമയി പുരസ്കാരം കുടുംബത്തിൻ്റെ നൽകിക്കൊടുന്നു. ഈ ബഹുമാന്യമായ ഈ പുരസ്കാരം കൊച്ചമ്മയ്ക്ക് കൊറിയറിൽ സിംഗപ്പൂരിൽ കിട്ടും എന്ന് പറഞ്ഞു. ഈ അവാർഡിന് തന്നതിന് വേണ്ടി വളരെ നന്ദി ഉണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ക്രിസ്മസ് അയക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. താങ്ക് ഗോഡ് ആൻഡ് ബ്ലെസ് ഓൾ ഓഫ് us. താങ്ക് യു വെരി മച്ച്. നമുക്കെല്ലാം എപ്പോഴും സ്നേഹം പകർന്നു നൽകുന്ന അമ്മാള് കൊച്ചമ്മയെ മീനിളം മല്ലാട്ടുകടുപ്പിൽ ആണ് വിവാഹം കഴിച്ചത്. MC സ്കറിയ എന്ന് പറയുന്ന അപ്പച്ചനെയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിൻ്റെ അമ്മാള് കൊച്ചമ്മ തൻ്റെ മക്കളോടൊപ്പവും സസന്തോഷം ഇപ്പോൾ കഴിഞ്ഞു വരികയാണ്. പള്ളിക്കാര്യങ്ങളിലും വനിതാ സമാജ പ്രവർത്തനങ്ങളിലും എല്ലാം ഊർജ്ജസ്വലയായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചു വരുന്നു. ആ അമ്മാള് കൊച്ചമ്മയ്ക്ക്, നമ്മുടെ എല്ലാം സ്നേഹനിധിയായ അമ്മാള് കൊച്ചമ്മയ്ക്ക് പ്രഭാമയി പുരസ്കാരം കുടുംബത്തിന്റെ പേരിൽ സമർപ്പിക്കുകയാണ്. അമ്മാള് കൊച്ചമ്മയ്ക്ക് കുടുംബത്തിന്റെ ചൈതന്യത്തിന്റെ അഭിമാന മുദ്രയായ പ്രഭാമയി പുരസ്കാരം കുടുംബത്തിന് വേണ്ടി ഈ ബഹുമതി സമർപ്പിക്കുകയാണ്. താങ്ക് യു അമ്മാളുടി കൊച്ചമ്മ. അടുത്തതായി കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹം മാത്രം എപ്പോഴും പ്രകടിപ്പിക്കുന്ന സൗമ്യവതിയായ നമ്മുടെ അമ്മാളുകുട്ടി കൊച്ചമ്മയ്ക്ക് മഹത്വമാതാ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി കുടുംബം തീരുമാനിക്കുകയും കൊച്ചമ്മയ്ക്ക് ഇപ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ ഇവിടെ എത്താൻ കഴിയാത്തതിനാൽ കൊച്ചമ്മയുടെ മൂത്ത മകളായ ലിലു ചേച്ചിയെ ഈ മഹത്വമാതാ പുരസ്കാരം അമ്മാളുകുട്ടി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. കുടുംബത്തിന്റെ ഒരു അമ്മ മനസ്സുകൾക്കൊരു സ്നേഹമുദ്ര എന്നുള്ള മഹത്വമാതാ പുരസ്കാരം സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം കുടുംബത്തിന് വേണ്ടി അമ്മാള് കൊച്ചമ്മയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുവാൻ ലിനുവിനെ ക്ഷണിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിട്ടുപോയതാണ്. അമ്മാള് കൊച്ചമ്മ BSc മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ലിനു ഉണ്ട്. ലിനുവിനെ പ്രസവിച്ചതിന് ശേഷമാണ് അമ്മാള് കൊച്ചമ്മ BSc പാസ്സാകുകയും പിന്നീട് B.Ed പാസ്സാകുകയും അനേക വർഷം ഒരു അധ്യാപികയായി ഈ നാട്ടിൽ തന്നെ മുന്നോട്ട് BA മാത്രം ഹൈസ്കൂളിലുണ്ടായിരുന്ന ലിനു ഈസ് നോട്ട് ലിനു ബട്ട് ഡോക്ടർ ലിനു. Thank you so much. താങ്ക് യു ലിനു ചേച്ചി. നമുക്കെല്ലാവർക്കും സുപരിചിതയാണ്
ഉന്നത വിദ്യാഭ്യാസം നേടുകയും കാർഷിക സർവകലാശാലയിൽ മേധാവിയായി പ്രവർത്തിക്കുകയും ചെയ്തു. കാർഷിക ശാസ്ത്രശാഖയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി ഇപ്പോൾ സണ്ണിപ്പാപ്പനോടും മകനോടുമൊപ്പം മൂലവട്ടത്ത് സസന്തോഷം ജീവിച്ചു വരികയാണ്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഡോക്ടർ KJ ആലീസ് കൊച്ചമ്മയ്ക്ക് മഹത്വമാതാ പുരസ്കാരം നൽകുകയാണ്. കുടുംബത്തിന്റെ പരമോന്നത ബഹുമതിയായ മഹത്വമാതാ പുരസ്കാരം അമ്മ മനസ്സുകൾക്കൊരു സ്നേഹമുദ്ര കുടുംബത്തിന് വേണ്ടി ഞാൻ സസന്തോഷം സ്നേഹപൂർവ്വം ഈ സ്നേഹനിധിയായ ആലീസ് കൊച്ചമ്മയ്ക്ക് സമർപ്പിച്ചുകൊള്ളുന്നു. Neeta and Doi, Fetch Franklin, MA Journalism and Mass Communication from MG University. നമുക്ക് നല്ലൊരു അഭിനന്ദനം ഓർമ്മ. റോൺ ജോൺ കുര്യൻ, Academic Excellence Award in 12th Standard CBSE Examination 2022. Ellen Ishojo. Thank you, Ellen. Sheba Mariendo, Academic Excellence Award in 10th Standard Public Examination. അടുത്തത് കരിങ്ങോത്ത് വീടാണ്. പള്ളിത്തോറമ്പിലെ പ്രായമില്ലാത്ത ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മുതിർന്ന സ്ത്രീരത്നം സിന്ധി ചേച്ചിക്ക് ബഹുമതി നൽകുകയാണ്. താങ്ക് യു സിന്ധി ചേച്ചി. അഡ്വക്കേറ്റ് ഹണിയാണ് നമുക്ക് മുമ്പിൽ. കിഴക്കേറ്റകം ശാഖയിലെ മുതിർന്ന വനിത മേപ്രപ്പറമ്പിലെ മുതിർന്ന വനിതാ രത്നം മേപ്രപ്പറമ്പിലെ വന്നു ചേർന്ന വനിതാ രത്നത്തിന് മുൻപ് നടുപ്പറമ്പിൽ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുതിർന്ന വനിതാ രത്നം. എന്റെ ലിസ്റ്റിക്കുട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഇതുമായി പള്ളിക്കൂടത്തി പിച്ചിയും ഉള്ളിലൊക്കെ ഒത്തിരി പോയിട്ടുള്ള എന്റെ ലിസ്റ്റിക്കുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നടുപ്പറമ്പിലെ രണ്ടുപേരും നടുപ്പറമ്പിലെ വന്നു ചേർന്ന വനിതാ രത്നം മുന്നിലേക്ക് വരണമെന്ന് ഓർക്കുന്നു. ഏറ്റവും അവസാനമായി കരോട്ട് കുടുംബത്തിൽ നിന്നുമുള്ള ആർക്കെങ്കിലും ഷാജിമോളുടെ സഹോദരിമാരുടെ പേര് ഒരുമിച്ച് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. എനിക്ക് ഉച്ചരിക്കാം. സ്വാതി സുധസുധ ഹോമ, സ്വാതി സുധസുധ സോമ. ഈ അധ്യാപക ശ്രദ്ധയ്ക്ക് താങ്ക് യു ലക്ഷ്മ. നമ്മുടെ ബാജിച്ചായന്റെ മോനാണ് ഷെറിനാണ് അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ തേർഡ് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഭാരവാഹികൾക്ക് തന്നെ ഒരു സന്ദർഭം ഉപയോഗിച്ചതിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് അത് നമ്മുടെ പ്രിയ ജോൺ ക്രിസ്റ്റോഫ അച്ഛന് ശേഷം കുടുംബത്ത് ഒരു അച്ഛനെ ഉണ്ടായിരുന്നുള്ള അറിഞ്ഞിരുന്നത് ഇന്ന്
വളരെ വൈകിയാണ് ഒരു രണ്ടാമത് അച്ഛനും കൂടെ ഉണ്ട്. അത് മെമ്പറായി കാണുന്നതിന് അറിഞ്ഞത് ഇന്നാണ്. അതുകൊണ്ട് ജിയോ അച്ഛനെ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അച്ഛനെ ഇനി കൂടുതൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനല്ല അഭിലാഷങ്ങളും ആ ഭാവങ്ങളും എഴുതുന്നു. പിന്നെ ഇന്ന് സമ്മേളനം പുതുപ്പള്ളി പള്ളിയിലെ അങ്കണത്തിൽ നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും വളരെ ഒരു നല്ല കാര്യമായി തോന്നുന്നു. അത് തീരുമാനിച്ച ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജ്യേഷ്ഠൻ രാജപ്പലിച്ചായ മലപ്പുറമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പറഞ്ഞില്ല, കുടുംബത്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ അനുബോധിച്ചതിന് നന്ദി പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഇതിനുള്ള അർഹത എന്നാൽ ഞാൻ ആലോചിച്ചപ്പോൾ ആകെ ഒരു കാര്യമേ എനിക്ക് തോന്നിയുള്ളൂ. ബിക്കോസ് ജീവിച്ചിരുന്ന ഏലി വല്യമ്മച്ചി, നമ്മുടെ കുടുംബത്തിൻ്റെ മൂല വല്യമ്മച്ചിയും അവിടെ പണത്തിലുള്ള 7 അപ്പച്ചന്മാരെയും വേറെ 2 അമ്മച്ചിമാരെയും കണ്ടിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 4 പേരിൽ 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിലൊന്നാണ് ഞാൻ. ആ ഒരൊറ്റ ഒരു എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കൂട്ടത്തിൽ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കാം. ഏലി വല്യമ്മച്ചി ഇവിടെ ഇപ്പം പണയില്ല, ഇതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞേക്കാം. അതായത് കൊമ്മി വല്യപ്പച്ചൻ 67-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ നമ്മുടെ ഏലി വല്യമ്മച്ചി 95-ാം വയസ്സിലാണ് മരിച്ചതെന്നാണ് എന്നോട് മേപ്രായിലെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പബ്ലിഷ് ചെയ്തതിനകത്ത് 92 പക്ഷേ ഞാൻ 95 പറയുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വല്യപ്പച്ചന് ശേഷം 30 കൊല്ലം നമ്മുടെ വല്യമ്മച്ചി ജീവിച്ചിരുന്നു. അപ്പോൾ ആ 30 കൊല്ലം ഈ മലവേക്കാവ് ഏരിയയിലുള്ള ഭൂസ്വത്തുകൾ മുഴുവൻ മേൽനോട്ടം നടത്താനുള്ള കഴിവും 11 മക്കളെ വളർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു അമ്മയായിരുന്നു ഏരിയ മനുഷ്യൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ഇവിടെ ഒരു കാര്യം ആദ്യമേ വിട്ട് പറഞ്ഞു തോന്നുന്നു ഇവിടെ ഈ പള്ളിയിൽ. എനിവേ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു അച്ഛൻ, താങ്ക് യു ബാച്ചായി. വന്നിട്ട് ഞാൻ പ്രവാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് പരിചയമുള്ള എൻ്റെ ബന്ധുക്കളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമേ പ്രവാസിയായത്. ഇത് വളരെ ഞാൻ ഉദ്ദേശിച്ചത് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നടത്തിയതിന് നമ്മുടെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഉള്ള അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥി കർഷകൻ എന്നുള്ള പനച്ചിക്കാട് പഞ്ചായത്തിന്റെ അവാർഡാണ്. നല്ലൊരു കൈയടി നമുക്ക് നൽകാം. അഭിമാനമായി താങ്ക് യു ആശ്രയിജി, താങ്ക് യു റിഞ്ചാൻ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരുടെയെങ്കിലും പേര് ആരെങ്കിലും നിർദ്ദേശിക്കണം. ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യുകയാണ്. കുടുംബാംഗങ്ങളെല്ലാം ഹർഷാരവത്തോടുകൂടി കൈയടിച്ച് അത് പാസ്സാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഡ്വക്കേറ്റ് സജി കുറുവൻ. സെക്രട്ടറി ആയിട്ട് ഞാൻ ഈശോച്ചൻ പറ്റും. പറ്റിയ ആള് ഈശോച്ചൻ തന്നെയാണ്. ട്രഷറർ ഇനിയുള്ളത് കമ്മിറ്റി അംഗങ്ങൾ. നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ തന്നെ തുടരുന്നതാണ്. എന്നായിരിക്കും അടുത്ത വർഷത്തെ സെക്രട്ടറി? കുടുംബത്തിൽ കുടുംബസ്നേഹമുള്ള കുറച്ച്
കുറച്ച് പേരുണ്ട്. അവരാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ പോകും. നമുക്ക് ഈ കുടുംബയോഗം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ആദ്യം നമ്മുടെ പുതുപ്പള്ളി പുണ്യാളച്ചനോട് ആദ്യം നന്ദി പറയുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായി മെറിൻ കുന്നൂസ് ഡോക്ടറാണ്. അസാന്നിധ്യത്തിൽ ആ ഡോക്ടർക്ക് കൃതജ്ഞത ഇപ്പോൾ കൂടുതലായി പറയുന്നത് വേണ്ട എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഡോക്ടറെ ഡോക്ടറുടെ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായി പറയേണ്ടത് കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരാളാണ് ബിരിജാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമുക്കെല്ലാം അഭിമാനിക്കാം നമ്മുടെ സെക്രട്ടറി, കഴിഞ്ഞ സെക്രട്ടറിയെ കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് ആ സെക്രട്ടറിയോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ തരുണത്തിൽ പറയുകയാണ്. പിന്നെ എൻ്റെ സഹോദരൻ റെയ്ഞ്ചാൻ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം റെയ്ഞ്ചാനെ കുറിച്ച് പറയാത്തത്. എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ആത്മാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടനായതുകൊണ്ട് എനിക്ക് അധികം പറഞ്ഞ് പുകഴ്ത്തുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. സഹോദരനോട് റെയ്ഞ്ചാനോടുള്ള ആ കൃതജ്ഞത ഈ തരുണത്തിൽ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ സേവനം, മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ തൽപരനായ ഒരു വിശിഷ്ട വ്യക്തിയാണ്. കാരണം അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വയനാട് ഏരിയയിൽ നിന്നുള്ള പലരും നമ്മുടെ ഓഫീസിലും കാര്യങ്ങളിലും ഒക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ പറയും, ആ അച്ഛൻ ഒന്നും നോക്കുകയില്ല, കൃഷി ചെയ്യണോ കൃഷി ചെയ്യും, പശുവിനെ കറക്കണോ കറക്കും, ഏതെങ്കിലും രോഗമുണ്ടോ അവിടെ പോയി സന്ദർശിക്കും, അവർക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ത്യാഗമാണ് സ്നേഹത്തിൻ്റെ ലക്ഷണം, കരുണയാണ് ബൈബിളിൻ്റെ അടിസ്ഥാനമായ തത്വം. ഈ തത്വങ്ങളെല്ലാം ഒരുപോലെ പാലിച്ച് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ ദൈവിക വൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മകനായ ഈ അച്ഛൻ. ഈ അച്ഛനോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അച്ഛനോട് വരും. അങ്ങനെ വന്ന അച്ഛന് ഞാൻ പ്രത്യേകമായി കൃതജ്ഞത അർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ സദസ്സിൽ പുറത്തുനിന്ന് വന്ന ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് വന്ന നമ്മുടെ പെങ്ങന്മാരുണ്ട്, പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പലരും പറഞ്ഞ പോലെ സ്നേഹം ഉള്ളവരാണ്. ഹൃദയത്തിൽ കുടുംബത്തോട് സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ആ ത്യാഗം സഹിച്ച് ഇവിടെ എല്ലാം സഹിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഷമോടെ ചേച്ചി, വാവുച്ചായന്, അങ്ങനെ ഒട്ടനവധി കൊച്ചമ്മമാര്, മുനിച്ചായൻ, ഇങ്ങനെ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അവരോടൊക്കെ ഉള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കുന്നതാണെന്ന് ഈ കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പ് തരാം, ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വലം കൈയായി വലം കാലായി ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളിവിടെ വന്നു ചേർന്നതിനും പങ്കുചേർന്നതിനും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ ഭാഷാശ്രദ്ധയോടുകൂടി നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ വളരെ മനോഹരമായി കാര്യങ്ങൾ ഒക്കെ അവതരിപ്പിച്ച് പറഞ്ഞ നമ്മുടെ ബിരിജാനിൻ്റെ ഭാര്യ സിൽവിയ ചേച്ചിയെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. ആ പ്രവൃത്തിക്ക് കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യും. മുതിർന്നവർക്കും മറ്റെല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.
Thank you.